നീ നന്നായി വരും. എനിക്ക് അന്നേ അറിയാമായിരുന്നടാ നിനക്കൊരു നല്ല ഭാവി ഉണ്ടാകുന്നു. ചെറുപ്പത്തിൽ സ്നേഹം എന്താണെന്ന് അറിഞ്ഞിരുന്നത് ഞാൻ ഈ വീട്ടിൽ നിന്നാണ്. അമ്മ മാസ്റ്റർക്കും ബാലിനും കൊടുത്തയച്ചിരുന്ന ഊണിൽ നിന്നാണ് ഞാനൊന്ന് വിശപ്പ് മാറ്റിയിരുന്നത്. നീ അതൊക്കെ ഇപ്പോഴും ഓർത്തോണ്ടിരിക്കുകയാണോ മോനെ? ഇതൊക്കെ മറന്നാൽ ഞാൻ മനുഷ്യനാണോ അമ്മേ? ആ ജോണി, നീ എന്നാ ഡാം സൈറ്റിൽ പോയി ചാർജ് എടുക്കുന്നത്? അടുത്ത ആഴ്ച. നിനക്കിപ്പോ ഒരു ജോലിയായി, ഇനി ഒരു കുടുംബം കൂടി വേണം. കുറച്ചു കാലമെങ്കിലും ഞാൻ മനസ്സമ്മതത്തോടെ ഇരിക്കട്ടെ സാർ. നീ എന്റെ സ്റ്റുഡന്റ് അല്ലേ, എല്ലാം മനസ്സിലാക്കിയിരിക്കും. ജോണി പറഞ്ഞതാ ശരി. ജോലി ചെയ്ത് കയ്യിൽ കുറച്ച് കാശുണ്ടാക്കിയതിന് ശേഷം കല്യാണം കഴിക്കുന്ന നല്ലത്. അതുകൊണ്ട് പറയുന്നതല്ല, ഞാൻ ആരുമില്ലാത്തവനല്ലേ. കയ്യിൽ കുറച്ച് പണമുണ്ടെങ്കിലല്ലേ പെണ്ണ് കിട്ടുകയുള്ളൂ. ഒരു എഞ്ചിനീയർക്ക് പെണ്ണ് കിട്ടുകയല്ലെന്നോ? നിനക്കെന്ന് കേട്ടാ മതി, ഇവിടെ പെൺപിള്ളാരുടെ അച്ഛന്മാരുടെ ക്യൂ ആയിരിക്കും. ബാലനവിടെ? അവൻ അവിടെ എവിടെയെങ്കിലും കാണും. അവന്റെ ജോലിക്കാരി എന്തായി? ആപ്ലിക്കേഷൻ അയക്കുന്നുണ്ട്, ഇന്റർവ്യൂവിന് പോകുന്നുണ്ട്. ആപ്ലിക്കേഷൻ അയക്കുന്നു, ഇന്റർവ്യൂവിന് പോകുന്നു. പിന്നെ ആഹാരം കഴിക്കും, കിടന്നുറങ്ങും, അത്ര തന്നെ. അടുത്ത ദിവസം അതേ ആപ്ലിക്കേഷൻ ഇന്റർവ്യൂവും തന്നെ. ശരി, ഞാൻ നോക്കിട്ട് വരാം. എനിക്ക് ജോലി കിട്ടിയതിൽ നീ ഇത്രയ്ക്ക് സന്തോഷിക്കുന്ന കാണുമ്പോൾ എന്റെ മനസ്സ് വേദനിക്കാണ്. എന്താടാ, നിനക്ക് ജോലി കിട്ടിയതിൽ സന്തോഷമല്ലേ? സന്തോഷമുണ്ട്. പക്ഷേ നിനക്ക് കൂടി ഒരു ജോലി കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ആശിക്കുകയാണ്. നീ എത്ര കാലമായി ഇങ്ങനെ ആപ്ലിക്കേഷൻ അയച്ച് ഓരോ പടി കയറി ഇറങ്ങുന്നു? ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാണ്ടാ നീ. എടാ, ഇവിടെ ഡിഗ്രിയും കഴിവൊന്നല്ലടാ ഉദ്യോഗത്തിന്റെ മാനദണ്ഡം. ശുപാർശയ്ക്ക് ആളുണ്ടോ ഏത് മരമണ്ടനും നിഷ്പ്രയാസം ജോലി കിട്ടും. എനിക്ക് മടുത്തടാ ജോണി. ഡോണ്ട് ബി സില്ലി ബാലൻ. നിനക്ക് തീർച്ചയായും ജോലി കിട്ടും. ആ പ്രതീക്ഷ മാത്രമാണ്ട എന്നെ ജീവിപ്പിക്കുന്നത്. ബൈ ദ ബൈ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മോള് ഉറങ്ങിയില്ലേ? ഇതെന്നും പതിവുള്ളതല്ലേ ചേട്ടാ? അതെന്ത് ചോദ്യാണ് മോളെ? ആരെങ്കിലും പിടിക്കാതെ ചേട്ടന് ഒറ്റയ്ക്ക് ഇവിടെ എത്താൻ പറ്റുമോ? അതൊക്കെ നന്ദി പറഞ്ഞേ. ഇവിടെ ഇറക്കിയിരിക്കുക നല്ല ജീവിതല്ലേ കവർത്തികൾ. ചേട്ടനുറങ്ങി, വളരെ ഉപകാരം. അല്ല, ഈ ഉപകാരം കേൾക്കാനല്ല ഞങ്ങൾ വന്നത്. മനസ്സിലായോ? ഓ, മനസ്സിലായി. നിങ്ങൾ മനുഷ്യ സ്നേഹം കൊണ്ടല്ല എന്റെ ചേട്ടൻ ഇവിടെ താങ്ങിക്കൊണ്ടുവന്നതെന്ന് എനിക്കറിയാം. ഓ, അപ്പോൾ ബുദ്ധിയുണ്ട്. ജീവൻ വേണം, ഇവിടുന്ന് പൊയ്ക്കോളൂ. ഫ്രീ ആയി തന്നില്ലെങ്കിൽ കപ്പ വേണ്ട. നിന്റെ പഴയ കപ്പാസിറ്റി കിട്ടുന്നില്ല. കരിഞ്ചമാതിരിയായി. കുടിക്കരുതെന്ന് പറയാൻ എനിക്ക് അർഹതയില്ല. പക്ഷേ കുടുംബത്തെ കൂടി ഓർക്കണം. എല്ലാം ഓർമ്മയുണ്ട് കുഞ്ഞേ. എന്നാ ഞാൻ പോട്ടെ. നന്ദി, നന്ദി മോളെ, നന്ദി, നന്ദി മോളെ.
നിങ്ങളോട് എങ്ങനെ നന്ദി പറയണം എന്ന് എനിക്ക് അറിയുന്നില്ല. ഒരു ഡീസൽ എഞ്ചിൻ സ്റ്റൈല് കിട്ടുന്നില്ല കല്ല് കുടിച്ചിട്ട്. ഇലക്ട്രിക് ട്രെയിൻ പോലെ പോകണം. അത് നമ്മൾ മറ്റുള്ള അടിക്കണം. ബ്രാൻഡി നല്ല സ്പീഡ് കൂടും. ഇവിടെ ഇറക്കിക്കോ, മെല്ലെ ഇറക്കിക്കോ, മെല്ലെ മെല്ലെ ഇറക്കിക്കോ. കിടത്ത് വാതിലടച്ച് കിടന്നു. നീ എന്താ ഇത്ര താമസിച്ചത്? കുറച്ച് ജോലി ഉണ്ടായിരുന്നു. പെണ്ണുങ്ങളുടെ ഫോട്ടോ എടുക്കുകയായിരിക്കും. നീ ആരാണ് ചോദിക്കാൻ? നിനക്ക് വേണ്ട. ഇതാ മോനെ, ഇതും കൂടെ കഴിക്കും. മതിയമ്മേ. കണ്ടിടത്തൊക്കെ അലഞ്ഞു തിരിഞ്ഞിട്ട് ഉച്ചയ്ക്ക് സമയത്തിന് ഊണ് കഴിക്കാൻ വീട്ടിലെത്തില്ല. എന്നിട്ട് തുടങ്ങും വിശക്കുന്നു വിശക്കുന്നു. ദാ ഇതും കൂടെ കഴിക്ക. എടാ, നീ ആ രഘുവിനെ അടിച്ചോ? നിന്റെ നാക്കിറങ്ങിപ്പോയോ? ചോദിച്ചാൽ സമാനം പാ. അതെ, അടിച്ചു. നാട്ടിലുള്ള പെമ്പിള്ളാരുടെ മുഴുവൻ മാനം കാത്തു സൂക്ഷിക്കുന്ന ചുമതല നിനക്കാണോ? അല്ല, പക്ഷേ എന്റെ കൺമുന്നിൽ വെച്ചൊരാൾ തെറ്റ് ചെയ്യുന്ന കണ്ടാൽ അത് സഹിക്കാൻ എനിക്ക് പറ്റില്ല. ഒരു പെണ്ണിനെ കയറി പിടിക്കുന്നത് ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കാൻ ഞാൻ അത്രയ്ക്ക് അന്തസ്സില്ലാത്ത ഒരാൾക്കല്ല ജനിച്ചത്. മാധവി, അവൻ പറഞ്ഞത് കേട്ടോ? ഇവനോട് ഞാൻ എന്ത് മറുപടിയാ പറയുക? എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ അച്ഛനും മകനും മര്യാദക്ക് സംസാരിച്ച് ഞാൻ എന്നാ കാണുക? അവനൊന്നും കഴിക്കാതെ ഇറങ്ങിപ്പോയത്. നീ എന്താണ് ഈ മരോട്ടിക്കായ നാക്കെ പോലെ മിഴിച്ചിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയടാ. എന്തു പറയാൻ? എന്റെ ജീവിതം എനിക്ക് തന്നെ വല്ലാത്ത ഭാരമായിരിക്കുന്നു. എന്തെങ്കിലും തൊഴിൽ കിട്ടി ഇവിടെ വിട്ടാ മതി. അത് ശരി. അന്ന് അടിപിടി ഉണ്ടാക്കിന്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത്. എടാ, ഞാനും ചോദിച്ചോട്ടെ, എടാ നിനക്ക് ആ നന്ദിനി വല്ല നോട്ടമുണ്ടാ? ഒന്ന് പോണ പോരെ, എനിക്കറിഞ്ഞൂടെ? അവള് നിന്റെ മനസ്സിൽ കയറി ഇരിപ്പുറപ്പിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അവളുടെ ഫോട്ടോ എടുത്തവരെ നീ പിടിച്ച് കൊടയേണ്ട വല്ല കാര്യമുണ്ടോ? നിന്നെ ഇപ്പൊ ഞാൻ കൊടയും. ഇപ്പൊ എന്നെ കൊടുത്തിട്ട് ഇപ്പൊ എന്ത് കിട്ടാനാ? അത് വേണ്ട. ഏയ്, എന്നോട് വേണോ നിന്റെ ഈ അന്ധകരണം മറച്ചില്? മറിച്ചാലും തിരിച്ചാലും ഞാൻ അവളെ കണ്ടിട്ട് പോലുമില്ല. നല്ലോണം കണ്ടോ? നന്ദിക്കുട്ടി തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടാ.
ഏതായാലും അവൾക്ക് 100 വയസ്സാ. ഇപ്പൊ അവളെ കെട്ടുന്നവൻ 100, 110 വയസ്സ് വരെ ജീവിച്ചിരിക്കും. നീ ആയതുകൊണ്ട് 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുള്ളൂ. ചെപ്പടാ. ആ അങ്ങനെയാണ് എന്റെ കിടപ്പ്. അപ്പോഴേ 10 വണ്ടി വരാറായി. ഞാൻ 10 പൈസ കിട്ടുമെന്ന് നോക്കട്ടെ. എന്റെ വണ്ടി വന്നല്ലോ. നിനക്ക് ഒരു പൈസയും കിട്ടാതെ പോട്ടെ. അതായിക്കോട്ടെ, കുഴപ്പമില്ല. അന്നിനെക്കുട്ടി കാറ്റ് കൊള്ളാമെന്നതായിരിക്കും അല്ലേ? ഞാൻ വെറുതെ, ഞാനീ നാട്ടുകാരനല്ലോ. ഭയങ്കര നിർദോഷം. ഞാൻ കാരണം ബാലേട്ടന് വിഷമമായില്ലേ? എന്ത് വിഷമം? തല്ലുണ്ടാക്കേണ്ടി വന്നില്ലേ? അവൻ നന്ദിനിയുടെ ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. അവന് കൊടുത്തത് പോരായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് വേണ്ടി ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നത്. ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട നന്ദിനി. വീട്ടിനും നാട്ടിനും വേണ്ടാത്തവനാണ് ഞാനിപ്പോൾ. വെറുതെ തോന്നുകയാണ്. ഞാൻ അനുഭവിക്കുന്നതാണ് പറഞ്ഞത്. ജോലി ഇല്ലാതിരിക്കുമ്പോൾ തോന്നുന്ന വിഷമമാണിത്. അതൊക്കെ ജോലി കിട്ടുമ്പോൾ മാറും. ബാലേട്ടനോട് ആർക്കും സ്നേഹക്കുറവൊന്നുമില്ല. നന്ദിനി, എന്നോട് ഇതുവരെ ആരും ഇങ്ങനെ സമാധാന വാക്കുകൾ പറഞ്ഞിട്ടില്ല. ഇനിയെ രഘു നിന്നെ വല്ല ശല്യവും ചെയ്താൽ അവന്റെ മരണമായിരിക്കും. എനിക്ക് വേണ്ടി ബാലേട്ടൻ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിന്നെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട്. നിങ്ങളോ? ചേട്ടനിവിടെ ഇല്ല. അതറിയാവുന്നോണ്ടല്ലേ ഞാൻ വന്നത്. ഓഹോ. നിന്നെ കണ്ടത് മുതൽ എന്റെ മനസ്സ് നിറച്ചു നീയാണ്. നിനക്ക് എത്ര കാശ് വേണം ഞാൻ തരാം. ഞാൻ പറയുന്ന കേക്ക്. എന്താ കൊച്ചുമുതലാളി രാത്രിയില്? എനിക്കെന്താ, ഇവിടെ വന്നുകൂടെ? എന്റെ വീട്ടിൽ ഈ അസമയത്ത് വരേണ്ട കാര്യമില്ലല്ലോ. ഇവനെന്തിനാ ഇവിടെ വന്നത്? അത് നിങ്ങൾ അറിയണ്ട. ഇവന് വരാമെങ്കിൽ എനിക്ക് വന്നുകൂടെ? എടാ, താനും തന്റെ പെങ്ങളും ഈ തൊഴിൽ ഇവിടെ വെച്ച് നടത്താൻ വിചാരിക്കണ്ട. നിന്നെ ഞാൻ എടുത്തോളാടാ. ബാല, ഇന്ന് എനിക്ക് തിരുവോണമാണ്. വയറ് നിറച്ച് കഴിക്കും. പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കാൻ ഒത്തില്ല. അതിന് ഞാൻ വിരുന്നുകാരനൊന്നുമല്ലല്ലോ. ഒന്ന് നോക്കി വിളമ്പടി. അയ്യോ, പാവപ്പെട്ടവൾ എന്നിങ്ങനെ എപ്പോഴും പാട്ടുപാടിക്കൊണ്ടിരിക്കരുത് കേട്ടോ. എനിക്കിഷ്ടമല്ല. ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാണ്, പണത്തെയല്ല. പക്ഷെ നാട്ടുകാർ പോകാൻ പറ. എനിക്കും ചിലവിന് വരുന്നത് നാട്ടുകാരല്ല, എന്റെ അച്ഛനാണ്. അച്ഛനെതിര് പറഞ്ഞാൽ? പറയില്ല. അച്ഛൻ പണ്ട് അമ്മയെ പ്രേമിച്ച് കല്യാണം കഴിച്ച പാർട്ടിയാ. അമ്മ പറഞ്ഞാലോ? അമ്മ അല്പം പെച്ചക. പക്ഷെ എന്റെ കണ്ണെന്ന് നിറഞ്ഞു കണ്ടാൽ മതി, അമ്മയുടെ മനസ്സലിയും. പിന്നെ സംഗതി ക്ലീൻ. ഏതായാലും ഒരു ജോലി കിട്ടട്ടെ നന്ദിനി. എന്നിട്ട് വേണം നിന്നെ താലി കെട്ടി കൂട്ടിക്കൊണ്ടുപോകുന്ന സിനിമാ സ്റ്റൈലിൽ എനിക്ക് പറയാൻ വയ്യ. താലി കെട്ടാതെ തന്നെ നീ എന്റേതായിരിക്കുന്നു നന്ദിനി. നീ എനിക്ക് വേണ്ടി ജനിച്ചവളാ, നിനക്ക് വേണ്ടി.
നീ ഒന്ന് സമാധാനപ്പെടും മാധവി. സമാധാനപ്പെടാനോ? കിട്ടുന്ന കാശിന് മുഴുവന് കള്ളും കുടിച്ച് നടക്കുന്നവന്റെ സഹോദരിയെ ഒന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞുള്ളൂ. അവൻ വരട്ടെ, നമുക്ക് അന്വേഷിക്കാം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ട് നീ ഇങ്ങനെ ചാടിത്തുള്ളാതെ. എന്തെങ്കിലും ഉണ്ടാവാതെ ആരും ഒന്നും പറയില്ല. ദേ, ഒന്ന് പറഞ്ഞേക്കാം, എന്റെ ജീവൻ ഉള്ളിടത്തോളം കാലം അവന്റെ തോന്നിവാസത്തിന് ഞാൻ സമ്മതിക്കില്ല. എന്റെ ശരീരത്തിൽ ജീവനുള്ള കാലം വരെ നിനക്ക് വേണ്ടിയായിരിക്കും ഞാൻ ജീവിക്കുക. പിന്നെ ഞാൻ ഈ പ്രസംഗിക്കുന്ന കേട്ടിട്ട് നീ എന്റെ നത്തുകൾ നോക്കിയിരിക്കുന്നത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഞാൻ ബാലേട്ടൻ പറയുന്ന കേൾക്കാണ്. അത് കണ്ടപ്പോ മനസ്സിലായി. അങ്ങനെ മിണ്ടാതിരുന്നാലൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ സ്നേഹിക്കുക മാത്രമല്ല, ഉപദേശിക്കുകയും ശാസിക്കുകയും വേണം. അനുസരിച്ചില്ലെങ്കിൽ ചേച്ചി പിടിക്കട്ടെ? പിടിച്ചോ. നമുക്കിപ്പോ പോകാം. എങ്ങോട്ട്? അച്ഛൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞു പോകാം. എനിക്കറിയാം. എഴുന്നേൽക്കാൻ പറഞ്ഞു കേട്ടൂടെ? നിന്നോട് പറഞ്ഞത്? അയ്യോ, എന്നോട് എന്നാ മുതലാളിക്ക് നേരിട്ട് പറയാൻ പറ്റും. ഞാൻ എഴുന്നേൽക്കാലോ? ഇതാ എഴുന്നേൽക്കുന്ന, ഇതാ ഇത്ര പ്രയാസപ്പെട്ട ഇതാ എഴുന്നേൽക്കുന്ന പോലെ മുതലാളി. അന്ന് നിന്റെ വീട്ടിൽ വെച്ച് നിങ്ങൾ എന്നെ അവമാനിച്ചില്ലേ? എന്നെ എതിർത്തവനൊന്നും ഇവിടെ സമാധാനമായി ജീവിച്ചിട്ടില്ലെന്ന് അറിയാമടാ. അന്ന് നിന്റെ വീടായോണ്ട് ഞാൻ ക്ഷമിച്ചു. അല്ലെങ്കിൽ നിന്റെ ശവൻ റെയിൽവേയിൽ എനിക്ക് എന്തും ചെയ്യാലോ, എന്തും ചെയ്യാലോ. വരൂ. ഗുഡ്സ് പോയില്ല, ഇല്ല വൺമേല് പോയിട്ടുണ്ടോ അറിയില്ല. പോവാം, വീട്ടിൽ പോവാം. വീട്ടിൽ അങ്ങോട്ടല്ല, വീട്ടിലേക്ക്. പോവാം. വീട്ടിലേക്ക് ഞാൻ ചേട്ടാ, ഇങ്ങനെ നശിക്കരുത്. ചേട്ടന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. ചേട്ടനെ ഇന്ന് തള്ളിപ്പറയുന്നവർ തന്നെ ബഹുമാനിക്കുന്നത് എനിക്ക് കാണണം. ചേട്ടൻ എവിടെയെങ്കിലും പോയി ഒരു വലിയവനായിട്ട് തിരിച്ചു വരൂ. നന്ദിനി, കാലിയായ കീശ മാത്രമുള്ള ഞാൻ എവിടെ പോകാൻ? അവസരങ്ങൾ തേടിപ്പിടിക്കുന്നവരെ കഴിഞ്ഞുകൂടാൻ ഞാൻ എന്ത് ചെയ്യും? എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയത്. എന്റെ എല്ലാം ചേട്ടനാണ്. ചുറ്റും ഇരുട്ടിൽ തപ്പുന്നതിന്റെ ഏക വെളിച്ചം നീയാണ് നന്ദിനി, നീ മാത്രമാണ്. ചേട്ടാ, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. എന്റെ ശരീരമല്ലാതെ എന്റെ ഹൃദയം കാമിക്കുന്ന ആദ്യത്തെ വ്യക്തി ചേട്ടനാണ്.
എന്റെ നന്ദിനി, സ്നേഹത്തിന്റെ ആഴം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് നീയാണ്. ചേട്ടാ, ചേട്ടാ, എന്റെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായി ഞാൻ കാത്തു സൂക്ഷിച്ചതാണിത്. മരിച്ചുപോയ എന്റെ അമ്മ എന്റെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ച ആഭരണങ്ങൾ ഇതാ. നന്ദിനി, എന്റെ നന്ദിനി, ചേട്ടൻ പോയി ഒരു വലിയവനായിട്ട് തിരിച്ചു വരും. Yeah, I want the consignment within 2 days. You Sir? No. Okay. സാർ, Yes. Sit down. ഇറ്റ്സ് ഓൾ റൈറ്റ്. Come on, sit down. Glad to meet you, Mr. Balakrishnan. സെയിം ടു യു, സാർ. How is Rajaram uncle? ഹീസ് ക്വൈറ്റ് ഓൾ റൈറ്റ്. You know, he's not only my uncle, he's my personal advisor, my personal friend, my manager, everything. Then, okay, I am appointing you as my purchase manager. Have you any previous experience? No. Okay, I can manage it. Best of luck. താങ്ക് യു, സാർ. താങ്ക് യു വെരി മച്ച്. നന്ദിനി, നിന്റെ പ്രാർത്ഥന ഫലിച്ചു. എനിക്ക് ജോലി കിട്ടി. ഞാൻ നാട്ടിലെത്തിയ ഉടനെ നിന്റെ കഴുത്തിൽ താലി കെട്ടും. അതിനുശേഷം മുല്ലപ്പന്തൽ പൂപ്പന്തൽ മംഗല്യ മന്ത്രമാ. മുല്ലപ്പന്തൽ പൂപ്പന്തൽ മംഗല്യം മന്ത്രമാ.
മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഞാനങ്ങനെ കാര്യമായി കണക്കാക്കാറില്ല. ഞാനെപ്പോഴും എന്റെ അഭിപ്രായങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കാറ്. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഇതെല്ലാം നോക്കി നടത്തിയത് ഞാൻ ഒറ്റയ്ക്കാണ്. എന്തെങ്കിലും ഒരു സഹായം ഉണ്ടായിരുന്നെങ്കിൽ അത് രാജാറാം അങ്കിൾ മാത്രമായിരുന്നു. ഈ കമ്പനി എങ്ങനെ ആക്കുന്നതിനും ഇതിന്റെ നടത്തിപ്പിനും വേണ്ടി പലതരത്തിലും രാജാറാം അങ്കിൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ ശ്രമി രേണുവിടെ വരൂ. ആ, ഇതാണ് എന്റെ സിസ്റ്റർ രേണു. ഇത് നമ്മുടെ കമ്പനിയുടെ പുതിയ പർച്ചേസ് മാനേജർ ബാലകൃഷ്ണൻ. എന്നാൽ ഞാൻ ഇറങ്ങി. എന്താ ഇത്ര ധൃതി? അല്പം പർച്ചേസ് ഉണ്ട്. ഓക്കെ. നിനക്ക് അയാൾ ഇഷ്ടപ്പെട്ടോ? എന്താ? അല്ല, നിനക്കിഷ്ടം? ചേട്ടൻ മിടുക്കനായ ഒരു കച്ചവടക്കാരനാണ്. പക്ഷേ വിൽപ്പനയ്ക്ക് കൊള്ളാത്ത വസ്തുവാണെങ്കിൽ എത്ര ശ്രമിച്ചാലും കച്ചവടം നടക്കില്ല. അപ്പോ ഗോപാല സാറിന് ഇപ്പോ വലിയ ഹാപ്പിയാണെന്ന് പറ. അതെ, വളരെ സന്തോഷത്തോടെയാ കത്തുകളൊക്കെ വരുന്നത്. സാർ, ചായ? മമ്മദ്ക്ക, എനിക്ക് ഭക്ഷണമൊക്കെ പാകപ്പെടുത്തിരുന്ന ആളാ. ഡാമിൽ ജോലിയുണ്ട്. നമുക്ക് ഒരു ചെറിയ വീടൊക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ട് പോവാൻ മനസ്സ് വരുന്നില്ല. മമ്മദ്ക്ക പോയാൽ ജോണി പട്ടിണിയാകുമല്ലോ. ആട്ടെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ആരുമില്ല. ഒറ്റയ്ക്ക് ആ വീട്ടിൽ കഴിഞ്ഞാ നമുക്ക് വീർപ്പ് മുട്ടും. ഇവിടെ വരുമ്പോഴാ കുറച്ച് ആശ്വാസം കിട്ടുന്നത്. നമ്മുടെ മോള് മരിച്ചതിന് ശേഷം നമ്മൾ ഒറ്റയ്ക്കാ സാറേ. കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിപ്പുണ്ടാക്കണം നോക്കാം. ആ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഞാനും വരുന്നു. ഞാനിപ്പോ വരാം. ഓ, വരട്ടെ മമ്മദ്ക്ക. എന്താ ബാല? സാർ, ആരുടെ കത്ത്? അച്ഛന്റെ. എന്താ വിശേഷം? എന്റെ വീട്ടിന്റെ മേൽ 35,000 രൂപ കടമുണ്ട്. കടക്കാരൻ ജപ്തി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ആവശ്യമുള്ളത് എടുത്തോളൂ. സാർ, ഇത്രയും വലിയ തുക ഞാൻ എങ്ങനെ തന്നു തീർക്കും? എന്റെ കടം വീട്ടാൻ ബാലൻ ഞാൻ തന്നെ ഒരു വഴി കാണിച്ചു തരാം. എന്താ മോളെ? ഒന്നുമില്ല. ഓഹോ, അവൻ നിന്നെ ചതിച്ചു അല്ലേ? ഞാൻ അപ്പോഴേ വിചാരിച്ചതാ. എന്താ ശാരദമ്മേ? അവള് ഗർഭിണിയാ. വേഗം അവനെ വിവരം അറിയിക്കും. ചേട്ടൻ വിഷമിക്കില്ല. ബാലേട്ടന് ആണത്തുള്ളവനാ. ഒരിക്കലും എന്നെ ചതിക്കില്ല. മോളെ, നമ്മൾ പാവപ്പെട്ടവരാ. അവനൊന്ന് പഴയ ബാലനല്ല. മനസ്സുമാണ്. ഒരു നിമിഷം മതി. വേണ്ട, ഈ ലോകത്ത് ആരെതിർത്താലും ബാലേട്ടൻ എന്നെ കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാലും നീ ഒരു നിമിഷം പോലും നമ്മൾ നാട്ടിൽ നിൽക്കരുത്. എങ്ങനെയെങ്കിലും ബാലിനെ കാണണം. അവൻ വാക്ക് മാറുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ആരുടെയും അനുവാദം വേണ്ടല്ലോ. വേറെ വഴിയില്ല മോളെ, വേറെ വഴിയില്ല. ബാലിൽ നിന്ന് പോകാൻ വൈകില്ല. ആ എക്സ്പോർട്ട് ഫയലുകളൊക്കെ നോക്കി തീർത്തു. ഗുഡ്. ബട്ട് ഇത്ര സ്ട്രെയിൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. എനിക്കൊരു ജോലി തുടങ്ങി വെച്ചാൽ ആ തീർത്തി ഉറക്കം വരും.
എനിക്കും ഇങ്ങനെയുള്ള ഒരാളെയാണ് ആവശ്യം. ബൈ ദ ബൈ, കുറച്ച് ദിവസങ്ങളായി ഞാൻ ബാലനുമായി ഒരു കാര്യം ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എന്താണ് സാർ? ഞാൻ എപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡാണ്. മൂന്നാമതൊരാളെ ഞാൻ എന്റെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറില്ല. ഉപദേശം വേണമെന്ന് തോന്നുമ്പോൾ രാജാറാമങ്ങളോട് ചോദിക്കും. ഇക്കാര്യം ചോദിച്ചു, അദ്ദേഹം ഓക്കെ പറഞ്ഞു. സാർ കാര്യം പറഞ്ഞില്ല. എന്റെ സഹോദരി രേണുവിനെ ബാലൻ കണ്ടല്ലോ. കണ്ടു. വെരി നൈസ് ഗേൾ. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്റ്റേറ്റിൽ പോയി എഞ്ചിനീയറിംഗിൽ ഹയർ സ്റ്റഡീസ് നടത്തുക എന്നുള്ളത്. അത് കഴിഞ്ഞ് വന്നാൽ ഞാൻ ഈ കമ്പനിയെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാക്കും. ഇപ്പോ അതിനൊരു ചാൻസ് വന്നിട്ടുണ്ട്. സാർ എന്തുകൊണ്ട് പോകുന്നില്ല? എന്റെ സഹോദരി, അവളെ ആരെങ്കിലും യോജിച്ച ഒരാളെ ഏൽപ്പിക്കണം. അതോടൊപ്പം ഞാൻ വരുന്നതുവരെ ഈ കമ്പനിയുടെ ചുമതലയും. അതിന് പറ്റിയ ഒരാളെ ഞാനിപ്പോൾ കണ്ടെത്തി. ആരാ സാർ? ബാലൻ. സാർ, വിവാഹം ജീവിതത്തിൽ ഒരു ചെറിയ കാര്യമല്ല, ആലോചിച്ച് ചെയ്യേണ്ട ഒന്നാണ്. ബാലൻ ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. നീ എന്താണ് ഇത്ര തിരക്ക് പിടിച്ച് നാട്ടിലേക്ക് പോകുന്നത്? ഒരു പ്രധാന പ്രശ്നമുണ്ട് ജോണി. അതെന്താണെന്നൊന്ന് പറഞ്ഞുകൂടെ? എല്ലാം ഞാൻ വന്നിട്ട് പറയാം. ഇപ്പൊ എന്നോടൊന്നും ചോദിക്കരുത്. ഓക്കെ. ഒരുപക്ഷെ എനിക്കും കൽക്കട്ടയ്ക്ക് ഒരു ലോങ് ടൂർ പോകേണ്ടി വരും. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ ജോണി. ഓക്കെ. പെട്ടിയും പണവും പോയാൽ അങ്ങോട്ട് ഫോട്ടോ വെക്കാം. ആ ഭാര്യയുടെ അഡ്രസ്സും കൂടി പോയതുകൊണ്ട് നമ്മൾ ഇത്ര അറിയേണ്ടി വന്നു. ചേട്ടാ, ആ ഒരാള് വരുന്നുണ്ട്. അതെ, അയാളോട് ചോദിച്ചിട്ട് ഇന്ന് താമസിക്കാൻ എവിടെയെങ്കിലും ഒരിടം കിട്ടുമോ നോക്കുക. ബാലിനെ കണ്ടു കിട്ടുന്നവരെ നമ്മൾ ആരാണെന്നും എന്തിനു വന്നതാണെന്നും ആരോടും പറയരുത്. മാനക്കേടാണ്. ശരി ചേട്ടാ. അല്ല അല്ല അല്ല, ഒന്ന് ചോദിച്ചോട്ടെ. എന്താ? ഞങ്ങള് ജോലി അന്വേഷിച്ച് വന്നവരാണ്. ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഞങ്ങളുടെ പെട്ടി സാധനമൊക്കെ മോഷണം പോയി. നിങ്ങളെ നാടെവിടെയാ? ചങ്ങനാശ്ശേരി. ഓ, ഇവിടേതാ? ഇത് എന്റെ പെങ്ങളാണ്. ഓ, ഓ, ആ ഞാൻ തനിച്ചാണെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും കിടക്കായിരുന്നു. ഇവളും കൂടി ഉള്ളത് കൊണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടിയത്? അല്ല, ഇന്ന് രാത്രി ഒന്ന് തലയായ്ക്കാനത് കേട്ടോ. അത്രയല്ലേ വേണ്ടു? ഓ വരി. ഓ ആ ആ, വാ മോളെ, വാ, വാ. അമ്മേ, അതേ മോനെ, നാട്ടുകാരെല്ലാം കൂടി അവനെ അവളെ അവിടുന്ന് ഓടിച്ചു. അത്രയും വൃത്തികെട്ട സ്വഭാവമാ. എന്നും അവരുടെ വീടിന്റെ മുമ്പ് വഴക്കും ബഹളവുമാ. അമ്മ ഈ പറയുന്നതൊക്കെ അറിഞ്ഞ വിശേഷമാ ഞാൻ പറഞ്ഞത്. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്ന പെണ്ണിനെ നമുക്ക് വേറെ കിട്ടില്ലേ മോനെ? ഒരു കാര്യം, ഞാൻ നിന്റെ അമ്മയാണെങ്കിൽ ആ പെണ്ണിനെ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ കഥ കേട്ടിട്ട് ഞമ്മക്ക് ചങ്ക് പൊട്ടണം. ഈ പാവം പെങ്കൊച്ചിനെ ചരിച്ചവനെ പടച്ചോൻ വെറുതെ വിടൂല. ചതിച്ചതല്ല അമ്മക്ക, അവനൊന്ന് കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു. നമ്മൾ വർത്താനം പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കണില്ല. ആരും ഒരുമില്ലാതെ ഞമ്മക്ക് പടച്ചോൻ കൂട്ടിന് കൊണ്ടു തന്നാണ് നിങ്ങൾ ഈ പെങ്കൊച്ചിന്. ഈ വീട് നിങ്ങളേതാണ് കൂട്ടിക്കോളി. എന്തേ? ദൈവമാണ് നമ്മൾക്കൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിച്ചത്. നിങ്ങൾ ഒട്ടും ബേജാറാവണ്ട. നാളെ തന്നെ ഞമ്മള് വലിയ എഞ്ചിനീയർ സാറിനോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പണി മേടിച്ചു തരാം ഡാമില്. എന്തേ? എങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഗുഡ് ഈവനിങ്. ബാലനോ? എപ്പോ വന്നു? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എന്താ ലീവ് നീട്ടിക്കൊണ്ട് പോയത്?
ചില ഫാമിലി പ്രശ്നങ്ങൾ. ഓൾ റൈറ്റ്. നാളെ തന്നെ ജോയിൻ ചെയ്യുന്നു അതോ? നാളെ തന്നെ ജോയിൻ ചെയ്യുന്നു. നന്ദിനി മോള് വരുന്നതിനേക്കാളും മുമ്പ് നമ്മൾ എഞ്ചിനീയർ സാറിന് വല്ലതും നേരത്തിനും കാലത്തിനും കഴിച്ചോണ്ടിരുന്നത്. പരിചയപ്പെട്ടിടത്തോളം അദ്ദേഹം നല്ലൊരു മനുഷ്യനാ. ആ ഈ ജോൺ സാറിന്റെ നാടും നിങ്ങളെ അടുത്തെങ്ങാണ്ടല്ലേ? അതെ മമ്മക്ക. പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള കാരണമൊന്നും ഇപ്പൊ അദ്ദേഹത്തെ അറിയിക്കണ്ട. നമ്മളൊരു അക്ഷരം പറയാൻ പോണില്ല. പോരെ? അമൃത എന്താ കഴിക്കാത്ത? ഒന്നുമില്ല മോളെ. നീ അമ്മക്ക് ചോറ് കൊണ്ട് തന്നപ്പോ ഞാൻ എന്റെ മോളെ ഓർത്തുപോയി. മുമ്പ് അമ്മക്ക് ചോറ് കൊണ്ട് തന്നിരുന്നു എന്റെ ആമിനായിരുന്നു. ഏനി ആമീന നന്ദിനാണെന്ന് വിചാരിച്ച് മമ്മൾക്ക് സമാധാനിച്ചാ മതി. എല്ലാം പഠിച്ചോണ്ട് എന്തായി? സാറേ, ഈ പട്ടണം മുഴുവനും അന്വേഷിച്ചു. അങ്ങനെ ഒരു ചേട്ടനെയും പെങ്ങളെയും പറ്റി യാതൊരു വിവരവും ഇല്ല. പിന്നെ ഒരു സംശയമുണ്ട്. എന്താ? കൊല്ലത്തിനടുത്ത് ഒരു ആണിന്റെയും പെണ്ണിന്റെയും ശവശരീരം റെയിൽവേ ലൈനിൽ ഉണ്ടായിരുന്നു എന്ന് പത്രത്തിലുണ്ടായിരുന്നു. ചിലപ്പോ സാറ് പറഞ്ഞവരായിരിക്കുമെന്നാ തോന്നുന്നത്. ജോണി എവിടെ പോയി? കൽക്കത്തയിലേക്ക്. എപ്പോ വരുമെന്നറിയാമോ? അറിയില്ല സാർ. ചീഫ് എഞ്ചിനീയർ സാറിനോട് ചോദിച്ചാൽ ഒരുപക്ഷെ അറിയാം. എന്താ മമ്മദ് ഈ പൊതിയിൽ? ഇതിത്തിരി നെയ്യപ്പാണിന്റെ താടിക്കുട്ടിയെ നമ്മളെ മൂക്ക് കൊടുക്കാനാ. മൂക്ക് നെയ്യപ്പം നിന്നാ ഒരു പൂതി. തന്റെ മോള് മരിച്ചു പോയില്ലടോ. എടാ ഇബിലീസിന് വെള്ളം കാച്ച നമുക്ക് മരിച്ചുപോയ മോള് തിരിച്ചു വന്നോളും നമുക്ക് മോളെ കിട്ടിക്കണേ. അതാരാ? ഞമ്മൾ ആമിനാന്ന് വിളിക്കുന്നതിന് പകരം നന്ദിനിന്ന് വിളിക്കും. കാണെങ്കില് പണി നടക്കുന്നിടത്തേക്ക് വാ. ഇല്ലേ? ഇതാ മോളെ ഫസ്റ്റ് ചൂടുള്ള നെയ്യപ്പം. എന്തിനാണ് മമ്മൾക്ക് അതെല്ലാം? ആനക്കൊരു മണ്ണും ചാണൊന്നും ഇഷ്ടല്ല. ഈ സമയത്ത് പൂതിയുള്ളതൊക്കെ കഴിച്ചില്ലെങ്കിൽ കുട്ടി പൊട്ടനായി പോകുന്ന മുമ്പുള്ളവർ പറഞ്ഞിരിക്കണേ. എനിക്കൊരാശയില്ല. എന്റെ വയറ്റ് വളരുന്നത് കുട്ടിയല്ല, തീയാണ്. അങ്ങനൊന്നും പറയരുത് മോളെ. പടച്ചോൻ എല്ലാം നേരെയാക്കും. പഠിച്ചനുണ്ടോ മമ്മദിക്ക? എങ്കിൽ എനിക്ക് അനുഭവം വരില്ലായിരുന്നു. മോളെ, പടച്ചോന്റെ പരീക്ഷണങ്ങളെല്ലാം നമ്മൾ നേരിട്ടേ പറ്റൂ. മോളെ എടുത്ത് കഴിക്ക്. ഇല്ലേ? സമയം എത്രയായി? ഇനിയും ഭക്ഷണം കൊണ്ടുവന്നില്ലല്ലോ ഇവിടെ. ആയിരുന്നാനോ ഇതിങ്ങനെ ധൃതി വെക്കല്ലേ. 10 തേങ്ങ നിൽക്കുന്ന ഒരു പെണ്ണല്ലേ ഉള്ളു. പഴയ പോലെ ഓടിച്ചാടി നടക്കാൻ പറ്റുമോ? എന്താണ് പറ്റിക്കണത്? എന്റെ റബ്ബേ, എന്റെ മോക്ക് എന്ത് പറ്റി? എല്ലാരും കൂടെ ഒന്ന് പിടിക്ക്. നോക്കി എന്റെ റബ്ബേ, എന്തിനീ ചതി കാട്ടിയത്? ചേട്ടാ, എന്താ മോളെ?
മമ്മദിക്ക എന്റെ ചേട്ടൻ എവിടെ? മമ്മദിക്ക എന്റെ ചേട്ടൻ എവിടെ? എന്താ മമ്മദിക്ക? എന്താ മമ്മദിക്ക? ഒന്നുമില്ല മോളെ, ഡോക്ടർ പറഞ്ഞിട്ടും പിളകാതെ കിടക്കണമെന്ന്. എന്താ ബാല? ടെൽമി. സാറ് അന്നൊരു കാര്യം പറഞ്ഞില്ലേ, രേണുവിനെ മാരേജ് ചെയ്യുന്നതിനെ പറ്റി? അതെ, പറഞ്ഞു. എനിക്ക് സമ്മതമാണ്. ബാലൻ നന്നായി ആലോചിച്ചു. പക്ഷേ എന്താണ് സാർ? ഞാൻ ചിന്തിക്കാനും അന്വേഷിക്കാനും സമയം തന്നില്ലെന്ന് പിന്നെ പരാതി പറയരുത്. ഇല്ല, എനിക്ക് പൂർണ്ണ സമ്മതമാണ്. താങ്ക് യു. ഭർത്താവെന്ന് പറയുന്നത് വിലയ്ക്ക് വാങ്ങി ഷോക്കേസിൽ സൂക്ഷിക്കേണ്ട കൗതുക വസ്തുവാണ് ഏട്ടാ. നീ നോ, എതിർത്ത് സംസാരിക്കൊന്നുമല്ല. അത് ഈ വീട്ടിൽ പറ്റില്ലല്ലോ. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. ഈ കുടുംബത്തിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അറിയാം. എന്റെ സന്തോഷവും മനസ്സമാധാനവും നശിപ്പിച്ചിട്ട് ചേട്ടൻ നേടിയെടുക്കുന്ന ഈ അന്തസ്സുണ്ടല്ലോ, അതെനിക്ക് വേണ്ടിയല്ല, ചേട്ടന് വേണ്ടിയാണ്. ചേട്ടന് വേണ്ടി ഞാൻ ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. എന്താ പോരെ? എന്തായി നേഴ്സമ്മേ? ആൺകുട്ടിയാ, പക്ഷേ നന്ദിനിയുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഞാൻ ഏറ്റവും വിലമതിക്കുന്ന സ്വത്താണിത്. ഇതെന്നും നിന്റെ കഴുത്തിൽ കാണണം. ഇതെല്ലാം ആരുടെ ആഭരണങ്ങളാണ്? എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. ഞാൻ നിന്നോടൊന്നും ചോദിക്കില്ല. ഞാൻ എന്തായിരുന്നു എന്നറിയണ്ടേ? വേണ്ട. എവിടെയോ ജനിച്ചു വളർന്ന നമ്മൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടി. ഭാര്യ ഭർത്തക്കന്മാരായി നമുക്ക് ജീവിക്കാം. എന്തിനാ കരയുന്നത്? സന്തോഷം കൊണ്ട്.
മാംഗല്യം മന്ത്രമായി മന്ത്രമായി മന്ത്രമായി. അങ്ങനെയാണ് വിവാഹം നടന്നത്. എടാ, നീ സ്നേഹിച്ചവളെ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നീ വേറെ വിവാഹം കഴിച്ചത്. പക്ഷേ എന്റെ കഥ അങ്ങനെയല്ല. എന്നെ വഞ്ചിച്ചിട്ടാണ് അവൾ പോയത്. അവളെ കണ്ടുപിടിച്ച് അത് ഫസ്റ്റ്. അപ്പോഴേ എഞ്ചിനീയർ കുട്ടിയെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളെപ്പോലത്തെ ഒരു വഞ്ചിച്ചൊരു പെൺകുട്ടിയാണ് നമ്മളെ ആമിനയുടെ സ്ഥാനത്ത് ഞമ്മക്ക് കിട്ടിയിരിക്കണത്. ആ കുട്ടി ആരോട് പാരം ചോദിക്കും? അല്ല, ഞമ്മക്ക് അറിയാൻ പാടില്ലാതെ ചോദിക്കാം. എടാ, നീ എന്നാടാ എന്റെ വീട്ടിലേക്ക് വരുന്നത്? നീ മിസ്സിനെയും കൂട്ടി ഒരു ദിവസം ഇങ്ങോട്ട് വാ. കല്യാണത്തിന് വരാൻ പറ്റാത്ത ക്ഷണം നമുക്ക് വിളിച്ചു തീർക്കാം. ഇഞ്ചിയുടെ സ്വർണ്ണം പോലെ സ്വർണ്ണ കുട്ടിയെ പപ്പനെ സ്വർണ്ണം കെട്ടി വെച്ചിട്ടാ പപ്പനെ. മോളെ, മോക്ക് വെളിച്ചം കാണാൻ പറ്റില്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി മോള് വിളക്ക്. ഇവനക്ക് നമ്മളെന്താ പേരിടുക? ഇഷ്ടമുള്ള പേരിട്ടു. എന്നാലും അങ്ങനെയല്ലല്ലോ മുറ. ഇവന്റെ അച്ഛന്റെ പേരെന്താ? ചേട്ടാ, ചേട്ടൻ വരുന്നോ? ഞങ്ങളൊരു സിനിമയ്ക്ക് പോവാ. അത് കൊള്ളാം. നിങ്ങൾ രണ്ടുപേരും ഒരുങ്ങിയിട്ടാണോ എന്നെ വിളിക്കുന്നത്? എന്റെ പൊന്നുമക്കള് പോയിട്ട് വാ. കാറെടുത്തോ. പോ. മഗരി പഗരി സന്നിരിസ പ്രേമത്തിൻ മണി വീണയിൽ സുരഗീത സുന്ദരികൾ. ഒരു രാഗില സുഖഭാവന അതിൽ മാറി വില്ലൊളികൾ. ഒരു രാഗില സുഖഭാവന അതിൽ മാറി വില്ലൊളികൾ. നിരഗമധനി പ്രേമത്തിൻ മണി വീണയിൽ സുരഗീത സുന്ദരികൾ. ഓർമ്മയിൽ പൂവിടുമീ നാൾ എന്നുമെന്നുമെൻ സ്മൃതിയിൽ പൂവിടുമിനീ നാൾ. ആദ്യരതി സംഗീതം നേരുവാനൊരു ഭാവുകമെൻ നെഞ്ചിൻ ചൂടിൽ നിന്നും. ഈ നെഞ്ചിൻ ചൂടിൽ നിന്നും ഒരു രാഗില സുഖഭാവന അതിൽ മാറി വില്ലൊളികൾ. ഒരു രാഗില സുഖഭാവന അതിൽ മാറി വില്ലൊളികൾ. നിരഗമധനി പ്രേമത്തിൻ മണി വീണയിൽ സുരഗീത സുന്ദരികൾ. എന്റെയുള്ളിൽ മാറ്റൊലിയായി നിന്നിടും നിന്നാദം. എന്റെയുള്ളിൽ മാറ്റൊലിയായി നിന്നിടും നിന്നാദം. ചിന്തയിൽ വന്നിടും രൂപം. എന്റെ ഉള്ളിൽ മാറ്റൊലിയായി നിന്നിടും നിന്നാദം. എത്ര കാലമാവുകിലും കാത്തിടും ഞാൻ നിന്നെ. കാത്തിടും ഞാൻ
ചാർത്തുവാനൊരു മാളിക ഞാൻ കോർത്തു വയ്ക്കുമെന്നും ഇനി കോർത്തു വയ്ക്കുമെന്നും ഒരു രാഗില സുഖഭാവന അതിൽ മാറിവില്ലൊളികൾ ഒരു രാഗില സുഖഭാവന അതിൽ മാറിവില്ലൊളികൾ നിരഗമതനി പ്രേമത്തിൻ മണിവീണയിൽ സുരഗീത സുന്ദരികൾ നിരഗമതനി സാനിധമത പാമഗരി പഗാരി സന്നിധിസ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വേണോ? ബാലനെവിടെ? ഏതോ ഒരു കൂട്ടുകാരനെ കാണാൻ പോയി. നീ എന്തേ കൂടെ പോയില്ല? അങ്ങനെ എല്ലായിടത്തേക്കും കൂടെ പോകാൻ എന്നെ കൊണ്ടൊക്കില്ല, ക്ഷണിക്കാതെ. ഓഹോ, അപ്പൊ മാഡത്തിന് ഉപചാരപൂർവ്വം ഒന്ന് ക്ഷണിച്ചാലേ പുറത്തിറങ്ങുള്ളൂ അല്ലേ? ഇനി അതൊന്നും പറ്റില്ല, എല്ലാം തനിയെ ചെയ്യണം. എന്നും ഉപദേശിക്കാൻ ചേട്ടനുണ്ടായെന്ന് വരില്ല. ചേട്ടൻ എവിടെ പോന്നു? അമേരിക്കയിലേക്ക്. നേരോ? ഇതെന്നോട് പറഞ്ഞില്ലല്ലോ. എല്ലാം ശരിയായി കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതി. ഇപ്പോ എന്റെ ചുമതലയും കഴിഞ്ഞു. പക്ഷേ എന്റെ മനസ്സെപ്പോഴും നിങ്ങളൊപ്പം തന്നെ ഉണ്ടാവും. ചേട്ടാ, ഓർമ്മ വെച്ച നാൾ മുതൽ എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെയ്തതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. എന്റെ മോള് ചേട്ടനെ ഒരിക്കലും വെറുക്കരുത്. കരയാതിരി മണ്ടി. ആഴ്ചയിൽ ഒരിക്കൽ നിന്നെ ഞാൻ അവിടെ നിന്ന് വിളിക്കില്ലേ? ഇനി ചേട്ടൻ എന്നാ കാണുക? കൊള്ളാം. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ ഒരാളെ നിനക്ക് ഞാൻ സ്വന്തമായി തന്നില്ലേ? ഇനി ഇടയ്ക്കിടയ്ക്ക് ചേട്ടനെ ഓർത്താൽ മാത്രം മതി. ബാല സാർ, അളിയാന്ന് വിളിക്കാൻ വിഷമമുണ്ടെങ്കിൽ എന്റെ പേര് വിളിച്ചാലും മതി. സോറി. ബാല, എന്റെ ഏറ്റവും വലിയ സ്വത്താണ് ഇവളെ. ഇവളെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. നീ അവളെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുമെന്ന് എനിക്കറിയാം. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എന്നോട് മാത്രം പറയാം. എന്റെ മോളെ വേദനിപ്പിക്കരുത്. Attention please. Indian Airlines announced departure of flight number IC-1662 to Bombay. All passengers are requested to go through the security check. Thank you. സാർ, അളിയ, സെക്യൂരിറ്റി ചെക്കിങ്ങിന് സമയമായി. ചേട്ടാ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചില മുഖ്യമായ കാര്യങ്ങൾ സംസാരിക്കാനുള്ളതുകൊണ്ടാണ് ഇവിടെ വരാൻ പറഞ്ഞത്. നമ്മുടെ കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് ജീവിതത്തെ കുറിച്ച് സംസാരിക്കണം. നീയൊരു വലിയ പണക്കാരി, ഞാനായിട്ട് സ്കോളർഷിപ്പ് വാങ്ങി പഠിച്ചവൻ. സ്കോളർഷിപ്പ് പണക്കാരനോ എന്ന് നോക്കിയല്ല ഞാൻ ജോണിയെ ഇഷ്ടപ്പെടുന്നത്. അതിനെങ്ങനെ? നിന്റെ ചേട്ടനൊരു മുൻകോപിയല്ലേ? അക്കാര്യൊന്നും പറയണ്ട. പണ്ട് ഏതോ ഒരു പെണ്ണ് ചേട്ടനെ ചതിച്ചു. അതിനുശേഷം ആര് പ്രേമിക്കുന്നതും ചേട്ടന് ഇഷ്ടമല്ല. അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ലവ് സ്റ്റോറിയെ കുറിച്ച് നിന്റെ ചേട്ടനോട് പോയി പറയും. സമ്മതിച്ചാൽ കല്യാണം കഴിക്കാം. ഇല്ലെങ്കിൽ അടുത്തുള്ള ഹോട്ടലിൽ പോയി ഓരോ ചായ കുടിച്ച് സന്തോഷമായി. എന്തു പറഞ്ഞാലും ജോണിയെ ഞാൻ വിടാൻ പോകുന്നില്ല. ജോണി എന്നും എന്റെ ഹൃദയത്തിലുണ്ടായിരിക്കും. ഐ ലവ് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.
നിന്നെ സുന്ദരി പെണ്ണെ ഏതോ കിനാവിൽ വന്നു നീ എൻ ജീവനിൽ പണ്ടും ഏതോ നിലാവിൽ ഏതോ നിലാവിൽ എന്നെന്നും ഏതോ കിനാവിൽ ഏതോ നിലാവിൽ എന്നെന്നും ഏതോ കിനാവിൽ കണ്ടു നിന്നെ സുന്ദരി പെണ്ണെ ഏതോ കിനാവിൽ വന്നു നീ എൻ ജീവനിൽ പണ്ടും ഏതോ നിലാവിൽ ഏതോ നിലാവിൽ എന്നെന്നും ഏതോ കിനാവിൽ ഏതോ നിലാവിൽ എന്നെന്നും ഏതോ കിനാവിൽ കണ്ടു നിന്നെ സുന്ദരി പെണ്ണെ സുന്ദരി 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 പെണ്ണെ മണ്ണിലും മിന്നിലും കുങ്കുമം ചാർത്തും സന്ധ്യേവാ കയ്യിലും നെയ്യിലും നിന്നിറമൽപ്പം പൂഷിത്ത കാട്ടിലും മേട്ടിലും പൂമണം പെയ്യും കാറ്റേവാ ഉള്ളിലും നെയ്യിലും ചാമരമൽപ്പം വീശിത്ത കണ്ടു നിന്നെ സുന്ദരി പെണ്ണെ ഏതോ കിനാവിൽ വന്നു നീ എൻ ജീവനിൽ പണ്ടും ഏതോ നിലാവിൽ ഏതോ നിലാവിൽ എന്നെന്നും ഏതോ കിനാവിൽ ഏതോ നിലാവിൽ എന്നെന്നും ഏതോ കിനാവിൽ കണ്ടു നിന്നെ സുന്ദരി പെണ്ണെ സുന്ദരി 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 പെണ്ണെ രേണു അറിയാതെ ഇങ്ങനൊരു തെറ്റ് സംഭവിച്ചു പോയി. എന്തായാലും ജീവിതത്തിൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കേണ്ടവരില്ലേ? ജോണി ജോലി സ്ഥലത്തേക്ക് പോവില്ലേ? എനിക്കൊരു മനസ്സമാധാനവും ഇല്ല. ഏയ് പോയാലെന്താ? ഓരോ ദിവസവും നിന്റെ വിവരങ്ങൾ അറിയാൻ ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും. സമയം വരുമ്പോൾ നിന്നെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. ഉം? ചിരി മറുപടിയായി കിട്ടാനല്ല ഇക്കണ്ട നേരം ഒന്നിനോട് ഞാൻ സംസാരിച്ചത്. Stop it. ചേട്ടൻ പറഞ്ഞതിനൊക്കെ മറുപടിയായി എനിക്ക് ചിരിക്കാനേ പറ്റൂ. രേണു, ഞാൻ പ്രായപൂർത്തി വന്നുള്ള അന്ന കാര്യം ചേട്ടൻ മറക്കുന്നു. എനിക്കിഷ്ടപ്പെട്ട ഒരാളെ ഭർത്താവായി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണം. നിന്റെ തീരുമാനത്തിന് മാറ്റമില്ല അല്ലേ? ഞാൻ ജോണി എന്നെയും സ്നേഹിക്കുന്നിടത്തോളം കാലം ഇല്ല. പ്രിയപ്പെട്ട രേണു, നിനക്കെന്റെ 1000 ചുംബനങ്ങൾ. നമ്മുടെ വിവാഹത്തെക്കുറിച്ച് നിന്റെ ചേട്ടൻ എന്ത് പറഞ്ഞു? ഒരു താഴ്ന്ന കുടുംബത്തിലെ അംഗമായി എന്നെ ഒരിക്കലും നിന്റെ ചേട്ടൻ സ്വീകരിക്കുമെന്ന പ്രതീക്ഷ എനിക്കില്ല. ദാമു, രേണുവിടെ പുറത്തുപോയി. അവൾക്ക് വരുന്ന കത്തുകളെല്ലാം നീ എന്റെ കയ്യിൽ തരണം. സാർ, നിന്റെ കയ്യിലല്ലേ അവൾ കത്തുകൾ പോസ്റ്റ് ചെയ്യാൻ തരുന്നത്? അതെ സാർ. അതും എന്റെ കയ്യിൽ തരണം. കുഞ്ഞറിഞ്ഞാൽ അറിയരുത്. ദാമു, രേണു, ഇത് ഞാൻ നിനക്ക് എഴുതുന്ന 5ാമത്തെ ലെറ്ററാണ്.
നീ പുറത്തൊന്നും പോയില്ലേ? നിനക്ക് എന്ത് സംഭവിച്ചിരണോ? കുറെ ദിവസങ്ങളായല്ലോ നീ ചിരിച്ചു കണ്ടിട്ട്. എന്തുണ്ടെങ്കിലും ചേട്ടനോട് പറയും. നിന്റെ പ്രേമബന്ധത്തെ എതിർത്ത് സംസാരിച്ചതിൽ നിനക്ക് എന്നോട് ദേഷ്യം കാണും. നിന്നെ ഒരു ക്രിസ്ത്യാനി ചെറുക്കന് കല്യാണം കഴിച്ചു കൊടുക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ആലോചിച്ചപ്പോ എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. നീ ഇഷ്ടപ്പെടുന്നവനാണ് നിന്റെ ഭർത്താവാകേണ്ടത്. നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ചേട്ടാ, എന്തായാലും തമ്മിൽ പിരിഞ്ഞ ശേഷം ഇതുവരെ ജോണിയുടെ വിവരമൊന്നുമില്ല. ഒറ്റ കത്തുപോലും വന്നിട്ടില്ല. ഓ ഐ സി. നിന്നെ അവൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. എങ്കിൽ അവന്റെ വിവരം നിനക്കുടനെ ലഭിക്കും. സമാധാനമായിരിക്കും. ഡിയർ മിസ്റ്റർ ജോണി, നേരിട്ട് വന്ന് ക്ഷണിക്കണമെന്നാണ് കരുതി. ജോണി രേണുവിന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണെന്ന് രേണു പറഞ്ഞു. ഈ വരുന്ന ഞായറാഴ്ച രേണുവിന്റെ കല്യാണമാണ്. പയ്യന് അമേരിക്കയിലാണ് ജോലി. വിവാഹം കഴിഞ്ഞാൽ ഉടനെ രണ്ടുപേരും സ്റ്റേറ്റ്സിലേക്ക് പോകും. എന്ത് തിരക്കുണ്ടെങ്കിലും ജോഡി വന്നു ചേരണം. ഉപേക്ഷ കാണിക്കരുത്. സ്നേഹപൂർവ്വം, രമേഷ്. രേണു, ഞാൻ നിന്റെ ജോണിയെ കണ്ടുപിടിച്ചു. എവിടെ? എന്റെ ജോണി സുഖമായിരിക്കുന്നു. അവനിപ്പോ സിംലയിലാണ്. ചേട്ടാ, മധുവിധം ആഘോഷിക്കുന്നു. അവന്റെ മതക്കാരി ഒരു പെണ്ണെ കനത്ത സ്ത്രീധനമായി കെട്ടി. ഒരാഴ്ച മുമ്പ് ഞാൻ അവന്റെ താമസ സ്ഥലത്ത് പോയിരുന്നു. വേലക്കാരൻ വെഡിങ് ആൽബം കാണിച്ചത്. അവനറിയാതെ ഞാനതിൽ നിന്നൊരു ഫോട്ടോ എടുത്തു. രേണു, 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 ദാമോ. ഡോക്ടർ, ഹൗ ഈസ് ഷീ? ഭയപ്പെടാനൊന്നുമില്ല. പക്ഷേ എന്താണ് ഡോക്ടർ? ഷീസ് കാരിങ്. വാട്ട് യു മീൻ ഡോക്ടർ? അതെ, രേണു ഗർഭിണിയാണ്. 3 മാസമായി കാണും. പ്ലീസ് ഡോക്ടർ, അവൾ അവിവാഹിതയാണ്. എന്റെയും എന്റെ കുടുംബത്തിന്റെയും മാനം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണുള്ളത്. പ്ലീസ് ഡോക്ടർ, പ്ലീസ് ഹെൽപ്പ് മീ. യെസ്, കം ഇൻ. ആരാ? മനസ്സിലായില്ല. എന്റെ പേര് ജോണി. ഓ, രേണുവിന്റെ ഫ്രണ്ട്. ഇരിക്കും. എന്താ കല്യാണത്തിന് വന്നില്ല? രേണു ഇവിടെ? കഴിഞ്ഞ വ്യാഴാഴ്ച അവർ ഹസ്ബൻഡും വൈഫും സ്റ്റേറ്റ്സിലേക്ക് പോയല്ലോ. ഞാൻ പോകുന്നു. ശരി. രേണുവിനെ കാണുമ്പോൾ ഒരു കാര്യം പറയണം. ഉം. ജോണി അവളെ സ്നേഹിച്ചിരുന്നു, ഇപ്പോഴും സ്നേഹിക്കുന്നു, എന്നും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. Get out, get out, get out. രേണു, രേണു, നിനക്ക് എന്നോട് ദേഷ്യം കാണുമെന്ന് എനിക്കറിയാം. ഞാൻ നിന്റെ സ്നേഹബന്ധത്തെ എതിർത്തവനല്ലേ? എതിർക്കുക മാത്രമല്ല, തകർക്കുകയും ചെയ്തു. ജോണിയെയും നിന്നെയും പരസ്പരം അകറ്റുവാൻ വേണ്ടി ഞാൻ പലതും ചെയ്തു. നിനക്ക് ജോണിയിലുണ്ടായ കുഞ്ഞിനെ വരെ ഞാൻ നശിപ്പിച്ചു. നിന്റെ വിവാഹം കഴിഞ്ഞെന്നുവരെ ഞാൻ അവനോട് കള്ളം പറഞ്ഞു. ഞാനിതെല്ലാം ചെയ്തത് നിനക്ക് വേണ്ടിയായിരുന്നു, നിന്റെ സന്തോഷത്തിന് വേണ്ടി. പക്ഷേ പിന്നീടാണ് എനിക്കെന്റെ തെറ്റ് മനസ്സിലായത്. ഞാൻ ജോണി അന്വേഷിച്ചു പോയി, പക്ഷെ കണ്ടെത്തിയില്ല. എന്റെ ഈ തെറ്റുകൾക്ക്
സാധിക്കുമെങ്കിൽ മാപ്പ് തരൂ. അല്ലെങ്കിൽ നിനക്കാവും തരത്തിൽ എന്നെ ശിക്ഷിക്കാം. നിന്റെ വീട്ടിൽ വന്ന് രേണു 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 ഒരു വെള്ളം എടുത്തേ. രേണു രേണു ഞാൻ അന്ന് രമേശിനോട് പറഞ്ഞത് ചെയ്യണ്ടെന്ന് കേട്ടില്ല. ഒരിക്കൽ അബോർഷൻ ചെയ്താൽ ചിലപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് വരും. അബോർഷനോ? ഇല്ല, ഞാൻ സാമാന്യ കാര്യമാണ് പറഞ്ഞത്. അല്ല, നിങ്ങൾ എന്തോ മറച്ചു വെക്കുന്നു. ഇല്ല മിസ്റ്റർ ബാലകൃഷ്ണൻ. നോ, ടെൽ മീ ദി ട്രൂത്ത്. അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീയാണ് ഞാൻ കരുതില്ല. രേണുതിനു മുമ്പ് പറയൂ. ഒരിക്കൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയാം. രേണു എങ്ങനെയുള്ളവളായാലും ഞാൻ അവളെ പ്രാണന തുല്യം സ്നേഹിച്ചു പോയി. എന്റെ ദുഃഖങ്ങൾ ഇറക്കി വയ്ക്കാനുള്ള ഒരു അത്താണിയായിട്ടാണ് ഞാൻ നിന്നെ കണ്ടത്. നിനക്കും പറഞ്ഞു തീർത്താൽ ആശ്വാസം കിട്ടുമെന്നാണ് നീ വിചാരിക്കുന്നത്. പക്ഷേ പറയാൻ കഴിയാത്ത ദുഃഖവുമായിട്ടാണ് ഞാൻ നടക്കുന്നത്. ഇനിയുമേത് തീരം ഇവിടെയൽപനേരം നേർത്ത മൗനമെല്ലാം തേങ്ങലായ നേരം. ഇനിയുമേത് തീരം ഇവിടെയൽപനേരം നേർത്ത മൗനമെല്ലാം തേങ്ങലായ നേരം. മാരിവില്ല് പോലെ നിലാവല പോലെ മാഞ്ഞു നിൽപ്പു കാലം. മാരില്ല് പോലെ നിലാവല പോലെ മാഞ്ഞിടുന്നു മോഹം നോക്കി നിൽപ്പു കാലം. ജീവിതമേ ജീവിതമേ നിത്യവേദനയല്ലോ ആദിമുതൽ നീയേകി പ്രിയയതിൽ നീ തള്ളി. ഇനിയുമേത് തീരം ഇവിടെയൽപനേരം നേർത്ത മൗനമെല്ലാം തേങ്ങലായ നേരം. നൊമ്പരങ്ങളോടെ കിനാവുകളോടെ താഴെ മുഖഭൂമി മേലെ ശ്യാമവാനം. നൊമ്പരങ്ങളോടെ കിനാവുകളോടെ താഴെ മുഖഭൂമി
വാസ്തവമേ നിത്യയാതനയല്ലോ ഇന്നുവരെ നീ നൽകി പ്രിയതിൽ നീ മൂടി ഇനിയുമേത് തീരം ഇവിടയൽപനേരം നേർത്ത മൗനമില്ല തേങ്ങലായ നേരം ചിഞ്ചാണ്ടി പണിയാ ചിഞ്ചാണ്ടി പണിയാ എന്റടാ എന്റടവന് എന്താ ഇത് ഇങ്ങോട്ട് കൊണ്ടാ എന്തായി കാണിക്കണേ മമ്മദൊക്കെ വരാൻ താമസിച്ചോണ്ട് ഞാൻ കറക്കാന്ന് വിചാരിച്ചു. വേണം 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 നമ്മൾ ഇരിക്കുന്നിടത്തോളം കാലം എന്റെ മോളെ ഒന്നും ചെയ്യണ്ട, മനസ്സിലായില്ലേ? നടന്നോ, ചെല്ല്, നമ്മൾ നോക്കിക്കോളാം. മോനിക്ക് വീടറിയോ? ആ മോനെ, ഞമ്മള് ഇപ്പൊ വരാന്ന് ഇഞ്ചിമാമോട് പറഞ്ഞേക്കണം കേട്ടോ. ആ പിടിച്ചോ, സൂക്ഷിച്ചു പോണേ മോനെ. അപ്പോ ഈ ഒരു കുപ്പി പാലില് നീ എത്ര കുപ്പി വെള്ളം ചേർത്തിട്ടുണ്ടാ? പറയടാ. എടാ ബലു ബലു, പാല് തന്നിട്ട് പോടാ. നീ ചേർത്തല്ലടാ, വീട്ടിലാരും ചേർത്തിട്ടുണ്ടാവും. വീട്ടിലാരും വെള്ളം ഒഴിച്ചതല്ല, പശുവേ ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ട്, അതാണ് പാല് ഇങ്ങനെ പോയത്. അത് കണ്ണിലെങ്ങനും കൊണ്ടാ കണ്ണ് പോകും. കണ്ണില്ല, ഞാൻ ഒന്നും കാണാൻ പറ്റൂല അല്ലേ? ഇല്ല. എന്റെ അമ്മയ്ക്ക് കണ്ണില്ല, എന്റെ അമ്മയ്ക്ക് എന്നെ കാണാൻ പറ്റൂല അല്ലേ? മാമ, കണ്ണ് കിട്ടാൻ എന്താ ചെയ്യണ്ടേ? ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കാണിക്കണം. അതിന് കൊറേ കാശ് വേണ്ടേ? വേണം. ഈ പാലിന്റെ കാശൊന്നും മാമൻ തരണ്ട. ഒരുപാട് കാശാവുമ്പം മാമൻ എന്റെ അമ്മയുടെ കണ്ണിന്റെ കാഴ്ച ഉണ്ടാക്കി തന്നാ മതി. തരുമോ? തരാം. വാക്കുമാറോ? ഇല്ല. സത്യം? സത്യം. ബാലേട്ട, എന്താ? എത്ര നാളായി ബാലേട്ടൻ എന്നെ സ്നേഹത്തോടെ ഒന്ന് നോക്കിയിട്ട്? എനിക്ക് മടുത്തു. ഇപ്പോഴത് പറയാൻ കാര്യം? ഒരു ഭാര്യ എന്ന നിലയിൽ ബാലേട്ടൻ എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് ആദ്യ രാത്രി ഞാൻ നിന്നോട് കാര്യം പറഞ്ഞു. നിന്റെ പഴയകാല ജീവിതത്തെ കുറിച്ച് ഒന്നും ചോദിക്കില്ലെന്ന്. നീ ഒന്നും പറഞ്ഞില്ല. എന്തൊക്കെയോ പറയാനുണ്ടോ എന്നുള്ളത് ശരിയല്ലേ? ഇപ്പോഴും ഞാനൊന്നും ചോദിക്കുന്നില്ല. ഞാൻ പറയാൻ തയ്യാറാണെങ്കിലോ? നീ പറഞ്ഞ് എനിക്കത് കേൾക്കണ്ട. പിന്നെ ആരിൽ നിന്ന്? നിന്റെ ചേട്ടനിൽ നിന്ന്. അദ്ദേഹം വരുന്നവരെ ഞാൻ കാത്തിരിക്കും. അതിന്റെ ചുമതലയാണ്.
അവൾ നിൽക്കുന്നത് കണ്ടില്ലേ? കൊച്ചിനെ എടുക്കുന്നുണ്ടോ നോക്കിയേ. അവളെങ്ങനെ എടുക്കാനാ? പാവങ്ങളെ തൊടു. എനിക്കൊന്നും പറ്റിയില്ല. പാല് ഉപ്പ് കളഞ്ഞുപോയി. വീട്ടിൽ ചെന്ന അമ്മ എന്നെ വഴക്കൂറി. മോന്റെ പേരെന്താ? ബാലു. എവിടെയാ വീട്? അവിടെ. അമ്മയോട് ചേച്ചി ഒന്ന് പറഞ്ഞോളാം. വാ. എന്താ മോനെ നീ ഇത്രയും താമസിച്ചത്? അമ്മേ, എന്റെ മേൽ കാറ് മുട്ടി. ഞാൻ വീണമ്മേ. ടീച്ചറാ, ഏത് കണ്ണു കാണാൻ മേലാത്ത ദുഷ്ടന്മാരാ നിന്റെ ദേഹത്ത് കാറ് മുട്ടിച്ചത്? നിനക്ക് വല്ലതും പറ്റിയോ? ചേച്ചി ആരാ മോനെ? കാറ് മുട്ടിച്ച ചേച്ചിയാ. കാറ് മുട്ടിച്ച ചേച്ചിയോ? നിങ്ങളൊക്കെ കാറ് ഓടിക്കുമ്പോ റോഡ് കാണാനുള്ള കണ്ണുണ്ടാവില്ല. കണ്ണില്ലാത്ത എന്റെ കണ്ണാണ് എന്റെ മോൻ. ഈ അമ്മയ്ക്ക് എന്താ? ഈ ചേച്ചിയാണ് എന്നെ കാറ് കെട്ടി ഇവിടെ ഇറക്കി വിട്ട്. കാറ് മുട്ട കുട്ടം കൊണ്ട. നാട്ടുകാരുടെ ബഹളത്തിൽ നിന്നും എന്നെ രക്ഷിച്ചത് ബാലുവാണ്. ബാലു എല്ലാ വിവരവും എന്നോട് പറഞ്ഞു. ഞാൻ കാരണം ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നോട് ക്ഷമിക്കുന്ന അനിയത്തി. എനിക്ക് ഈ ലോകത്തിലെല്ലാം എന്റെ മോനാ. അവൻ അപകടം പറ്റിയെന്നറിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ഇതിരിക്കട്ടെ. കാശ് എനിക്ക് വേണ്ട അനിയത്തി. എന്റെ മോനൊന്നും പറ്റിയില്ലല്ലോ. നിങ്ങളുടെ ഒക്കെ സ്നേഹമാണ് എനിക്ക് വേണ്ടത്. ചേച്ചി പിന്നെ വരാം മോനെ. ഞാൻ വരട്ടെ. നീ ലോകത്ത് കൊണ്ടുപോല എത്ര നാളായി വഴിക്കുന്നു വന്നിട്ട്? മനസ്സിന് ഒരു സ്വസ്ഥതയുമില്ല ജോണി. കാറടിച്ചോ? എന്നിട്ട് വല്ലതും പറ്റിയോ? എന്ത് പറ്റി? എനിക്കല്ല, പാലുപ്പിക്ക് ഉടഞ്ഞുപോയി. നിന്റെ തലമണ്ട ഉടഞ്ഞു പോയില്ലല്ലോ. ഭാഗ്യം. റോഡിൽ കൂടെ നടക്കുമ്പം നോക്കി നടക്കടാ. ഞാൻ നോക്കി തന്നെയാണ് നടന്നത്. ഒരു ചേച്ചി ഓടിച്ചോണ്ട് വന്ന കാറ നല്ല സ്പീഡിൽ ഓടിച്ചോണ്ട് വരാൻ ഞാൻ മുമ്പിൽ ചെന്ന് ചാടി. ആ ചേച്ചി ചപേന്ന് പറഞ്ഞ് അങ്ങ് തിരിച്ചു. ഞാൻ ടപ്പോന്ന് പറഞ്ഞ് താഴത്തും വീണു. എന്നിട്ട് ആ ചേച്ചീനെ കാറിൽ കയറ്റി വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി. എന്ത് ചന്തമുള്ള കാറെന്നറിയാവോ? ഭാർത്തിക്ക് കാറിൽ കയറി സന്തോഷമാണ്. ഏതായി കുട്ടി? എനിക്കിവിടെയുള്ള ഏക കൂട്ടുകാരൻ. മോന്റെ പേരെന്താ? ബാലു. എന്റെ പേര് ബാലൻ. എന്റെ പേര് ബാലന്നല്ല, ബാലു. മോന്റെ അച്ഛന്റെ പേരെന്താ? എനിക്ക് അച്ഛനില്ല. എന്റെ അമ്മമ്മ, ഞാൻ വൈകിട്ട് വേറെ ബാലുണ്ടെന്ന് വരാം. ഞാൻ പോട്ടെ. ശരി. മെടുക്കൻ. ഇവിടെയുള്ള മേസ്ത്രിയുടെ വീട്ടിലെയാ. അയാളുടെ വളർത്തുമകളുടെ മകൻ. അവന്റെ കൊച്ചു മനസ്സിൽ ഒരു വലിയ ദുഃഖമുണ്ട്. എന്താ? അവന്റെ അമ്മയ്ക്ക് കണ്ണ് കണ്ടുകൂടാ. അവന്റെ അമ്മയുടെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടാൻ ഞാൻ സഹായിക്കാമെന്ന് ഉറപ്പ് കൊടുത്തിരിക്കുക. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഒരു പുതിയ ഐ സ്പെഷ്യലിസ്റ്റ് വരുന്നുണ്ട്. ബാലുവിന്റെ അമ്മയെ അയാളെന്ന് കാണിക്കണം. ഒരു ബന്ധവുമില്ലാത്തവർക്ക് വേണ്ടി നീ ഇങ്ങനെ? ബന്ധമില്ലെന്നോ? എന്റെ ഏക ബന്ധു ബാലുവാണ്. പിന്നെ ആരുമില്ലാത്ത ഞാൻ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണ്ടേ? മോൻ വേഗം പോയി ഉടുപ്പിട്ടിട്ട് വാ. കുളിച്ചിട്ട് ഉടുമാറ്റി ഓടി വരാം. ബാലുവിന്റെ അച്ഛൻ എവിടെ? വിവാഹം കഴിക്കാതെ അമ്മയായവളാണ് ഞാൻ. എന്താ ഈ പറയുന്നത്? അതെ, അന്ധമായ സ്നേഹത്തിനു വേണ്ടി ഒരു സ്ത്രീ കാത്തു സൂക്ഷിക്കേണ്ടതെല്ലാം അടിയറ വെച്ചതിന്റെ ഫലമാണ് ബാലു. ചേച്ചിയെ ചതിച്ച ആ ദുഷ്ടൻ ആരാണ്? ആ മനുഷ്യൻ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് ഈ അവസ്ഥയിലും എന്നെ ജീവിപ്പിക്കുന്നത്. എന്തൊരു നല്ല ഉടുപ്പ്! ഇപ്പനെ കാണാൻ നല്ല ഭംഗിയാ അല്ലേ? എന്തോന്ന് ഒന്നും മിണ്ടാത്തത്? നിന്റെ ശബ്ദത്തിൽ നിന്നറിയാം മോനെ ഉടുപ്പിന്റെ ചന്തം. ചേച്ചി തന്നെ കാണട്ടെ. ചേച്ചി എന്തിനാ കരയുന്നത്?
ഞമ്മളെ ശാപ്പാടൊന്നും സാറിന് പിടിച്ചില്ലെന്നാ തോന്നുന്നത്. അല്ല മമദ്ക്ക, ഈ ആഹാരം ഞാൻ എവിടെയോ കഴിച്ചതുപോലെ തോന്നുന്നു. അല്ലാ, ഇത് ഹോട്ടലിൽ നിന്നും മേടിച്ചതല്ലേ? ഞമ്മളെ പൊരയിന്ന് ഞമ്മളെ മോളെ കൈകൊണ്ട് ഉണ്ടായിക്കൊണ്ടാ. കഴിച്ചോളി, വള്ളറച്ചും കഴിച്ചോളി. മോനെ, പായസായെങ്കിൽ ബാങ്ക് കൊണ്ടാ ചെല്ല്. റഹ്മാനായ തമ്പുരാനെ, എന്റെ മോക്കെന്നെ പറ്റിയോ? ഇല്ല, ബാലു വന്നില്ലായിരുന്നെങ്കിൽ. നീ എന്തിനാ മോളെ അടുക്കളയിലൊക്കെ വരണേ? ഞമ്മളില്ല ഇവിടെ. എഞ്ചിനീയർ സാറിന്റെ വീട്ടിൽ വന്ന് വിരുന്നുകാരന് സമയത്തിന് ആഹാരം എത്തിക്കേണ്ടത് എന്റെ കൂടെ ചുമതലയല്ലേ? എന്റെ കൈ പൊള്ളി. മോനെ, കാര്യം പറയൂ, പറയൂ. കരയാതെ മോനെ, കാര്യം പറയൂ. എന്റെ അമ്മയ്ക്ക് തീ പൊള്ളി. എങ്ങനെ? ജോലി ചെയ്യുമ്പോ സാരിക്ക് തീ പിടിച്ചു. ഞാൻ ഓടിച്ചെന്ന് തീ കിടത്തി. എന്റെ കൈയും പൊള്ളി. അമ്മയ്ക്ക് കണ്ണില്ലാത്തോണ്ടല്ലേ ഇങ്ങനെ വന്നത്. എന്റെ അമ്മയ്ക്ക് കണ്ണുണ്ടാക്കി താമ്മ, ഇല്ലെങ്കിൽ എനിക്കും കണ്ണു വേണ്ട. കരയാതെ മോനെ, നിന്റെ അമ്മയുടെ കണ്ണിന് കാഴ്ച ഉണ്ടാക്കി തരുന്ന കാര്യം മാമനേറ്റു. കണ്ണില്ലാത്തതുകൊണ്ട് നിന്റെ അമ്മയ്ക്കിനി ഒന്നും പറ്റില്ല. അമ്മയെ നമുക്ക് ഉടനെ ഡോക്ടറെ കൊണ്ട് കാണിക്കാം. എന്താ പോരെ? നിന്റെ മുത്തച്ഛനോട് മാമനെ ഒന്ന് കാണാൻ പറ. ഓക്കെ? ഓപ്പറേഷൻ നടക്കുമ്പോ വേദനിച്ചോ നന്ദിനി? വേദന ഇപ്പോഴാ, അന്നേരത്തൊന്നും അറിഞ്ഞില്ല. ചേച്ചി, അമ്മേനെ അവരകത്ത് കൊണ്ടുപോയപ്പോ എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. പുറത്തു കൊണ്ടുവന്നപ്പോ നിന്റെ സങ്കടമൊക്കെ മാറിയില്ലേ? ഇനി നിന്റെ അമ്മക്ക് കണ്ണ് കാണാറാവുമ്പോ സന്തോഷവും വരും. ഇപ്പോ എങ്ങനെയുണ്ട്? ഓപ്പറേഷൻ കഴിഞ്ഞു കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ്. ഇനി കെട്ടഴിക്കണം. അപ്പോഴറിയാം എല്ലാം കർത്താവിന്റെ കൃപ. മമ്മദ്ക്ക് എവിടെ? കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ശരി, ഞാൻ വരട്ടെ. സാർ, എന്താ നന്ദിനി? എനിക്ക് കൂടപ്പിറപ്പുകളില്ല. ഇരുന്നാലും ഇത്രയും കരുണ കാട്ടുമെന്നറിയില്ല. ഇത്രയും സ്നേഹം എന്നോട്. നിന്നോടുള്ള സ്നേഹമല്ല നന്ദിനി ഇത്. എന്നെ സ്നേഹിക്കാൻ ഇന്നിപ്പോൾ നിന്റെ മകൻ ബാലുവേ ഉള്ളൂ. അവന് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. വരട്ടെ. നിന്നോട് എന്തിനാ അങ്ങേര് മിണ്ടുന്നത്? അങ്ങേരുടെ മനസ്സ് മുഴുവൻ നീയല്ലേ? വേണ്ട, കേട്ടോ മോളെ, നല്ല മനുഷ്യർക്ക് നല്ല ജീവിതം ദൈവം കൊടുക്കൂല. ഏതോ ഒരു പെണ്ണ് ഈ മനുഷ്യനെ ചതിച്ചു. വേറൊരു കല്യാണം കഴിച്ചിട്ടുമില്ല. അല്ല, എവിടെ ആയാലും അവൾ ഇതിനനുഭവിക്കും. നേരം എത്രയും അറിയാമോ? ദിവസവും ഇതിങ്ങനെ തുടർന്നാൽ ഉപദേശിക്കുന്നവർ തെറ്റിയാത്തവരായിരിക്കണം. എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ബാലേട്ടനിൽ നിന്നും ഞാനിതൊന്നും പ്രതീക്ഷിച്ചതല്ല. എന്റെ പ്രതീക്ഷകൾ ഇതൊന്നും ആയിരുന്നില്ല. ബാലേട്ട, നമ്മൾ എന്തിനിങ്ങനെ രണ്ടുപേരും പരസ്പരം വഞ്ചിച്ചുകൊണ്ട് അഭിനയിക്കണം? ഈ ബന്ധം അവസാനം രണ്ടുപേരെയും നിരാശരാക്കും. നിന്റെ കുറ്റബോധമാണ് ഇങ്ങനെ പറയിക്കുന്നത്. ബാലേട്ട, ഇനി
ഞാനൊന്നും ബാലേട്ടനിൽ നിന്നും മറച്ചു വെക്കുന്നില്ല. എല്ലാം തുറന്നു പറയാം. വിവാഹത്തിന് മുൻപ് ഞാനൊരു പുരുഷനെ സ്നേഹിച്ചു. ആ മനുഷ്യന് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. ഒടുവിൽ ഗർഭിണിയായി എന്നെ ഉപേക്ഷിച്ച് ആ മനുഷ്യൻ കടന്നു കളഞ്ഞു. എന്റെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ ചേട്ടന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ആ കുഞ്ഞിനെ നശിപ്പിച്ചു. എല്ലാം നശിച്ച എനിക്ക് ബാലേട്ടൻ പുനർജന്മം നൽകി. നമ്മുടെ ആദ്യ രാത്രിയിൽ തന്നെ എന്റെ എല്ലാ തെറ്റുകളും തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കാൻ ഞാൻ ഒരുങ്ങി. പക്ഷേ ബാലേട്ടൻ എനിക്ക് അതിന് അവസരം തന്നില്ല. ഇനിയും ഇത് മൂടി വെച്ചാൽ ഞാൻ വീർപ്പ് മുട്ടിച്ചാവും. ഇനി എന്റെ കാമുകൻ ആരാണെന്ന് അറിയണ്ടേ? അത് മറ്റാരുമല്ല, നിങ്ങളുടെ ഉറ്റ സുഹൃത്ത് ജോണിയാണ്. ഇനിയും ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ബാലേട്ടനെ വഞ്ചിച്ചതിന് ശിക്ഷയായി ബാലേട്ടന്റെ കൈകൊണ്ട് തന്നെ മരിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. ഇവിടെ മരിക്കേണ്ട നീയല്ല, ഞാനാണ്. ഞാനും ജോണിയും തമ്മിലുണ്ടായിരുന്ന ബന്ധം ബാലേട്ടൻ ഒരിക്കലും അറിയാൻ പാടില്ല. കട തുറക്കൂ. മെല്ലെ. അമ്മേ അമ്മേ അമ്മ നിന്നെ പ്രസവിച്ചിട്ട് ആദ്യമായി കാണും അമ്മനെ. ഈ മുഖം ഒന്ന് കാണലമ്മ എത്ര കൊലിച്ചെന്നോ. മോളെ നിങ്ങളുടെ സ്നേഹത്തിന് പകരം തരാൻ. മോളെ അനക്ക് കാഴ്ച തിരിച്ചു കിട്ടിയപ്പോ ഞമ്മക്ക് കിട്ടിയത് വിളിച്ച അന്നെ പടച്ചോൻ ഒരിക്കലും കൈവിടിയില്ല. ഇതാരാണെന്ന് മോക്കറിയോ? എന്താ ഈ ആഭരണങ്ങൾ? വിവാഹം നടന്ന ആദ്യ രാത്രിയിലെ ഭർത്താവിന്റെ സമ്മാനമാണിത്. മരിക്കുന്നത് വരെ ഇത് ഞാൻ തന്നെ സൂക്ഷിക്കണമെന്ന് കരുതിയതാണ്. ഇത് വേണം? വേണ്ട. ഇതെന്നേക്കാൾ കൂടുതൽ യോജിക്കുന്നത് നിങ്ങൾക്കാണ്. മോളെ ദൂഷിച്ചിറങ്ങേ, സാധനങ്ങളൊന്നും മറക്കണ്ട.
ഇറങ്ങുമോനെ നടന്നോ. ഇത് നന്ദിനിയല്ലേ? ഇവളിവിടെ ചങ്ങനാശ്ശേരിയിലുള്ളതാ. എനിക്കറിയാം. ഡാമിൽ ജോലി ചെയ്യുന്ന മമ്മദ് കാക്കയുടെ കൂടെ എങ്ങനെയോ ഇവിടെ എത്തി. ഓഹോ. ജോണി, രേണു, നീ ഇവിടെ ഒറ്റയ്ക്ക് വരാൻ പാടില്ലായിരുന്നു. കുറെ നാളുകൾ ഒറ്റയ്ക്ക് ആലോചിച്ച ശേഷമാണ് ഞാനിപ്പോൾ ജോണിയെ കാണാൻ വന്നത്. എന്തിന്? നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ. എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല. ഒരു പണക്കാരി പെണ്ണിന്റെ വിനോദം മാത്രമായിരുന്നു നിനക്ക് എന്നോടുള്ള സ്നേഹമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ. ജോണി, കാര്യം എന്തെന്നറിയാതെ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. സംഭവിച്ചെന്താന്ന് എനിക്കറിയാം. നീ എന്നെ വഞ്ചിച്ച് മറ്റൊരാളെ വിവാഹം കഴിച്ചു. ദേവി ഇത് വഞ്ചിച്ചെന്ന് മാത്രം പറയരുത്. പിന്നെ കൂടുതൽ സ്നേഹിച്ചു എന്നാണോ പറയേണ്ടത്? ജോണിയെ മാത്രം സ്നേഹിച്ച് ജീവിതം കഴിച്ചുകൂട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. തമ്മിൽ പിരിഞ്ഞ ശേഷം ഞാൻ കത്തുകൾക്കായി കാത്തിരുന്നു. നിനക്ക് ഞാൻ എഴുതിയ കത്തുകൾക്ക് കണക്കില്ല. മറുപടിക്ക് പകരം എനിക്ക് കിട്ടിയത് നിന്റെ മാരേജ് ഇൻവിറ്റേഷനും ചേട്ടന്റെ കത്തുമായിരുന്നു. ഞാൻ വീട്ടിൽ വന്നു. നീ നിന്റെ ഭർത്താവും സ്റ്റേറ്റിലേക്ക് പോയെന്ന് ചേട്ടൻ പറഞ്ഞു. ജോണി, എന്നെയും ജോണി അകറ്റാൻ ചേട്ടൻ ചെയ്ത ഒരു തന്ത്രമായിരുന്നു അത്. അന്ന് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. എന്തിന്? എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത് ജോണി. ഇത്രയൊക്കെ ചെയ്തിട്ട് നിന്റെ ചേട്ടൻ എന്ത് നേടി? ഒന്നും നേടിയില്ല. കുറ്റബോധം കൊണ്ട് നാട്ടിൽ പോലും വരാതെ വിദേശത്ത് കഴിഞ്ഞുകൂടുന്നു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കരുത്. ഇനി ഒരു വിവാഹം കഴിച്ച് ജോണി സുഖമായി ജീവിക്കണം. എനിക്കാവില്ല രേണു. ഞാൻ ഒരാളെ മാത്രമേ ഭാര്യയായി കണ്ടിട്ടുള്ളൂ. അത് നീയാണ്. വേറൊരു പെണ്ണിനെ എനിക്കിനി സ്നേഹിക്കാനാവില്ല. എന്റെ ഭാര്യ എന്നെ പിരിഞ്ഞുപോയെന്ന് കരുതി ഞാൻ ജീവിച്ചോളാം. ബാലൻ, നീ വരാൻ പാടില്ലായിരുന്നു. പക്ഷെ വന്നുപോയി. മനസ്സമാധാനം തേടിയാണ് ഞാൻ നിന്റെ അടുത്ത് വരാറ്. ഇന്നെനിക്ക് മനസ്സേ നഷ്ടപ്പെട്ടിരിക്കുന്നു. ചേട്ടാ, രേണു വരുന്നോ? എന്താ മോളെ? എന്താ എഞ്ചിനീയർ സാറിനെ കണ്ട് നന്ദി പറഞ്ഞോ? ഇല്ല മമ്മദിക്ക, എല്ലാം തകർന്നു. എന്താ മോളെ, എന്തുണ്ടായി? ഞാൻ ഈ നാട്ടിൽ തന്നെ പോവാ. എന്റെ കുഞ്ഞുമായി എവിടെയെങ്കിലും പോയി ജീവിച്ചോ. നമ്മൾ ഉயிருള്ളിടത്തോളം കാലം നമ്മളത് സംഭവിക്കില്ല മോളെ. എന്താ ഉണ്ടായത് പറ. സാർ, എന്താ മമതിക്ക? എന്തൊക്കെയോ നിങ്ങളോട് പറയണമെന്ന് കരുതിയാണ് പുറപ്പെട്ടത്. പക്ഷെങ്കിൽ ഈ കുട്ടി ഇവിടെ നിൽക്കുമ്പോ ഞാൻ വേണമെങ്കിൽ മാറിത്തരാം. അതിപ്പോ ഈ സ്ഥലത്ത് നിന്നല്ലേ മാറാൻ പറ്റുള്ളൂ. ആർക്കും ആരുടെയും മനസ്സെന്ന് മാറാൻ പറ്റൂല്ലോ. എന്തേ
കേട്ടാലും കേട്ടിട്ടില്ലെങ്കിലും നമുക്ക് പറയാതിരിക്കാൻ പറ്റൂല. നന്ദിനി. നന്ദിനി? അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അല്ലേ? പക്ഷെങ്കിലേ ബാലു നിങ്ങളുടെ മോനാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണ്ടാവൂല. ബാലു എന്റെ മോനോ? അതെ, നിങ്ങൾക്ക് നന്ദിനിയിലുണ്ടായ മകൻ. അവൾ എന്റെ അടുത്ത് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായിക്കോളും. അവളിപ്പം കുട്ടിയെയും കൊണ്ട് നാട്ടിൽ നിന്ന് പോവാൻ പോവാ. എന്തിന്? ആരുടെയും ജീവിതത്തിൽ ഒരു കരടായി നിൽക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നില്ല. അവളെ രക്ഷിക്കണമെന്ന് നിങ്ങളോട് പറയാൻ എനിക്കൊട്ട് ധൈര്യവുമില്ല. വിവരം അറിയിച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. നമ്മൾ പോണം. മമതക്ക, എന്താ മോളെ? ഞാനും വരുന്നു. രേണു, ജീവിതത്തിൽ ഒരേ ഒരു പുരുഷനെ മാത്രം ധ്യാനിച്ച് ജീവിക്കുന്നവളാണ് നന്ദിനി. അവൾക്ക് വേണ്ടി ബാലേട്ടനൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും എനിക്ക് ചിലത് ചെയ്യാൻ പറ്റും. വരും മമതക്ക. ഇന്ന് ഞാൻ നിന്നെ വിടാൻ പോകുന്നില്ലടി. നടക്കടേ, നടക്ക. നിന്റെ ഒരു കടാക്ഷത്തിന് വേണ്ടി അന്ന് ഞാൻ എത്ര പ്രാവശ്യം കെഞ്ചി നടന്നു. അന്ന് ഞാൻ ആട്ടിപ്പുറത്താക്കി. എന്നിട്ട് പരമയോഗിന്റെ പിന്നാലെ പോയി. എന്നിട്ട് ഇപ്പോൾ എന്തായി? നിന്റെ യൗവനം മുഴുവൻ ആസ്വദിച്ച് ചണ്ടി പോലെ പുറന്തള്ളി. ഇന്ന് നീ മറ്റൊരുത്തന്റെ ഔദാര്യത്തിൽ നേറിക്കഴിയുന്നു. എല്ലാം നഷ്ടപ്പെട്ട നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്തു പറയുന്നു? ഒരു സ്ത്രീക്ക് ഒരാളെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ. ദയവ് ചെയ്ത് എന്നെ പോകാൻ അനുവദിക്കൂ. നിന്നെ ഞാൻ ഇനിയും വെറുതെ വിടുന്നു വിചാരിക്കണ്ട.
രേണു രേണു മോനെ രേണു ബാലു രേണു എന്റെ മോനെ ബാലു ചേട്ടാ എനിക്ക് അവസാനമായി ഒരാഗ്രഹമുണ്ട് ചേട്ടനത് നിറവേറ്റി തരണം എന്ത് വേണം? നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. പറയൂ രേണു. ജീവിതത്തിൽ ദുഃഖം മാത്രം അനുഭവിച്ച നന്ദിനെ ഇനിയും കണ്ണീര് കുടിപ്പിക്കരുത്. അവൾ ചേട്ടന്റെ കുഞ്ഞിന്റെ അമ്മയാണ്. ചേട്ടനെ ശുശ്രൂഷിക്കാൻ എനിക്ക് പകരം നിൽക്കാനുള്ള യോഗ്യത നന്ദിനിക്ക് മാത്രമേ ഉള്ളൂ. ചേട്ടൻ അവളെ സ്വീകരിക്കുന്നത് കൊണ്ട് എനിക്ക് സന്തോഷത്തോടെ മരിക്കണം. ജോളി, അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം വിധിയാണ്. ഞാൻ മൂലം ജോളിയുടെ ജീവിതം നശിച്ചു. എന്നോട് ക്ഷമിക്കും. ബാലു, ഇനിയും എന്റെ അച്ഛൻ്റെ കൂടെ വളരണം.